ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ഗായ്സ് അപ്പോൾ നമ്മള് ഇന്നലെ രാത്രി ഉറങ്ങി പറഞ്ഞില്ല, ഇന്ന് രാവിലെ നീച്ചപ്പോൾ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഗായ്സ് ഒക്കെ ക്ലീൻ ആയിട്ട് കാണാം പോകണം. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ മഞ്ഞും കാര്യങ്ങളൊന്നുമില്ല, മഞ്ഞും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള കിട്ടില് വ്യൂ ആണ്. ഇന്നലെ വന്നപ്പോൾ ഇവിടെ കുറേ മഞ്ഞ് കാര്യങ്ങളൊക്കെയായിരുന്നു, ഇവിടെ കുറേ മഞ്ഞായിരുന്നു. അവിടെ ഒക്കെ മഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് അടിക്കായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ കഴിച്ചപ്പോൾ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെ വന്നപ്പോഴായിരുന്നു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ ഈ വഴി വന്ന് ഇവിടെ ചെക്കന്മാർ ചായ കുടിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ വരുമ്പോൾ തണുപ്പ് കുറവായിരുന്നു, ഇതിപ്പോൾ നല്ല തണുപ്പാണ്. കഴിച്ചൊക്കെ നല്ല മരവിക്കൽ പോലെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഷൂ ഇട്ടിട്ടാണ്ട് ഇറങ്ങി. രാവിലെ നീച്ചപ്പോഴാണ് പറഞ്ഞ് മഞ്ഞും കാലുകളൊക്കെ പോയിന്ന്. ഗായ്സ് അവിടെയൊക്കെ നല്ല കിടില വ്യൂ. അവിടെയും ഉണ്ട്. ഞാൻ പിടിക്കാന്നാണ്. ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാണ്ട്, ആ വീഡിയോ ഒക്കെ ഇതിലുണ്ടാവും. അവിടത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. സോ ഗായ്സ് ഇവിടെ വന്ന് നിൽക്കണൊക്കെ കേട്ടാ, ഇവിടെ കണ്ടാ കിട്ടില്ല. ഇവിടുന്ന് ഈ മഡ് ഹൗസിന്ന് നോക്കണേ കേട്ടാ, കേട്ടാ ഇവിടെയാണ് ഈ വ്യൂ ഉണ്ടാവുക. ഇവിടെ കറുപ്പാണോ? അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. അവിടെ ഇതോടെ വീടുകളൊക്കെ ഉണ്ട്. സെറ്റാണ്. ഇതവിടെ അടുത്ത മഡ് ഹൗസാണ് ഇവിടെ. അതവിടെ ടെന്റ്. ഈ മഡ് ഹൗസിന് വരുന്ന ബാത്റൂമാണ് ഇത്. എന്നിട്ട് ചോക്ലേറ്റ് കിട്ടി. ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ്, അത് സാധാ ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് നല്ല ഡാർക്കാവും, സാധാ ചോക്ലേറ്റ് ആണ് ഇവിടുത്തെ നല്ലത്. രാവിലെ നിൽക്കുക ചോക്ലേറ്റ് തിന്നുക. വീട്ടില് രാവിലെ തന്നെ ചോക്ലേറ്റ് തിന്നുന്നത്. ഇതൊക്കെ ഇവിടെ പൂട്ടാ. ഗായ്സ് അപ്പം ഇനി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഡ്രസ്സ് മാറിയിട്ട് കാണാം. ഓക്കെ. സോ ഗായ്സ് അപ്പോൾ നമ്മള് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ വെയിൽ വന്ന്. ഇന്നലെ വന്നപ്പോൾ മഞ്ഞായിരുന്നു, ഇപ്പോൾ വെയിലായി. അതെങ്ങനെയാണ്, നമ്മൾ വന്നപ്പോൾ മഞ്ഞ് ഒന്നും കാണാറില്ല. ഇപ്പോഴാണ് കാണുന്നത്. പോണ നേരത്താണ്, ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോണ നേരത്താണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. ഇപ്പോൾ വെയിൽ കണ്ട. പക്ഷെ വെയിൽ പറഞ്ഞത് ഇവിടെ നല്ല തണവാണ് ഇപ്പോൾ. സോ ഗായ്സ് അപ്പോൾ നമ്മൾ റൂമിൽ ചെക്കൗട്ട് ആയിട്ടാ. നടരാജണ്ണ ശരി. ഓക്കെ പോട്ടെ. സോ ഗൈസ് ഇതാണ് നടരാജണ്ണ. ഇവിടുത്തെ ഡീലിംഗ് ഒക്കെ ആളാണ്. ആളുടെ കോണ്ടാക്റ്റും കാര്യങ്ങളും ഇവിടുത്തെ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം. ഓക്കെ. സോ ഗൈസ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാവരും ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും വണ്ടിക്ക് കിടക്കുകയാണ്. ഇനി അടുത്ത പോണ വഴിക്കുള്ള വീഡിയോസൊക്കെയാണ് ഇനി ഉണ്ടാവുക. സോ ഗൈസ് നമ്മൾ അപ്പോൾ കോക്കാൽ റിസോർട്ടിൽ നിന്ന് നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. സോ ഗൈസ് ഇതാണ് നമ്മുടെ സുമേഷ് ചേട്ടൻ, വണ്ടി ഡ്രൈവർ. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നമ്പറും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഓട്ടോ ഉണ്ടെങ്കിൽ സുമേഷ് ചേട്ടനെ വിളിക്കുക. സുമേഷ് ചേട്ടൻ നല്ലൊരു ഡ്രൈവറാണ്, എനിക്ക് എത്ര പറയാം. സുമേഷ് ചേട്ടൻ കിളീനെ എടുക്കാൻ പറയുന്നത്. കിളിയാണ്, കിളി കൂടെ ഉണ്ടാവില്ല സുമേഷ് ചേട്ടാ? ആ ഉണ്ടായിരിക്കും. സുമേഷ് ചേട്ടൻ്റെ കിളിയും വൈബാണ്, സുമേഷ് ചേട്ടനും വൈബാണ്, എല്ലാവരും വൈബാണ്. ഉറക്ക ക്ഷീണം മാറിയിട്ടില്ല. ഇവിടുന്ന് കയറുന്നത് ഒരു വൈബാണ്. നമ്മളവിടെ റിസോർട്ടിൽ നിന്ന് പോകുന്നത് നമ്മൾ നേരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എടുത്തുണ്ടോ? ഫോൺ എടുത്തുണ്ടാവും പറയാ. ഇവിടെ കുരങ്ങൻ ഫോൺ എടുത്തുണ്ടാവും എന്നാണ് പറഞ്ഞുള്ളത്. അടുത്ത് നമ്മുടെ വണ്ടിയിൽ അവിടെ ഉണ്ട് കുരങ്ങൻ. കറക്റ്റ് ഞാൻ ഫോൺ എടുത്താക്കി കറക്റ്റ് ആ വണ്ടിയുടെ മേലെ കയറി. കറക്റ്റ് ആ വണ്ടിയുടെ മേലെ കയറി ഫോൺ എടുത്തപ്പോ ചാണ്ടാൻ വേണ്ടിട്ട് നമുക്ക്
നമ്മള് പാർക്കിക്ക് പോവാണ്. വേറെ ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട് പറഞ്ഞു, പോയോക്കാം. കുരങ്ങ് ഓടിത്തുള്ളൂ, കുരങ്ങ് ഓടിത്തുള്ളൂ ലേസിന് വേണ്ടിട്ട്. ലേസ് എടുത്ത് പോയാളെ സൂപ്പർ. ഇവിടെ ഫ്രൂട്ടി എങ്ങനെ കുടിക്കാനാണ് ഇവിടെ കുരങ്ങ് കാണിച്ചു തരുന്നത്. എങ്ങനെ നമ്മൾ ഫ്രൂട്ടി ലാഭിക്കാം. നമ്മൾ പൈസ കൊടുത്ത് കയറി. ഇതിന്റെ മേലെ കയറിയാണ് വ്യൂ കിട്ടുക പറഞ്ഞത്. നമ്മള് വണ്ടി അവിടെ ഉണ്ട്, ചെക്കന്മാരെ ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. 10 രൂപയുടെ വ്യൂ ആണിത്. 10 രൂപ പോയി. അതാ അത് കിട്ടിട്ടാ കോലാനോട് പറഞ്ഞ് ഒരു കാള. നിരഞ്ജൻ, ഈ കാള എന്താണ് നിരഞ്ജൻ? കോലാളം ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഐ തിങ്ക് ഇത് ബാഹുബലിയില് പിടിച്ചു നിർത്തിയ കാളയാണെന്ന് കാണണ്ട. ഡോ നോട്ട് എൻട്രി. എൻട്രി ഉണ്ടോ? തൊടരുത്, കഴിക്കാറാട്ടോ. വെറുതെ ഇതിവിടെ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വാട്ടർ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കരണ്ട 10 രൂപ പോവും. 10 രൂപ പോവും കരണ്ട. കുരങ്ങന്മാരുണ്ട്. അത് സീന് എപ്പോഴാ ഫോൺ തട്ടി പറിച്ച് പോകണ്ടാവുക അറിയില്ല. 10 രൂപ പോയി. ഫോൺ കൊണ്ടു, അത് സീന്. എന്താ പോലെ വള്ളിയെടുക്കാൻ പോണു, കുരങ്ങനെ വെച്ച് വള്ളിയെടുക്കാൻ പോണു. സോ ഗായ്സ്, നമ്മൾ വേറെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. സുഖേട്ടത് സ്ഥലം പൈൻമരം നിൽക്കുന്ന സ്ഥലം ഉറപ്പാടാ. പൈൻമരം പറഞ്ഞു, ഇവിടെ പൈൻമരം. ഇതിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ പോവാ വെച്ചാൽ എനിക്കറിയില്ല. അതോടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെയാണ് എൻട്രി. ഏതാ എല്ലാതും? എടാ അറുമയാർക്ക് അണ്ണടക്കം പറഞ്ഞു. അറുമയാർക്ക് ഈ കണ്ണെടുത്തല്ലോ. ഈ കണ്ണെടുത്ത അത് എത്രയുണ്ട്? ഇതൊക്കെ അവിടെ ഇറങ്ങിയില്ലല്ലേ? ഇത് തൊപ്പിടല്ലേ? ഇവിടെ ചോളം ഒക്കെ ഉണ്ട്. എന്നാ ചോളം എത്ര? 50. 50 അത് വേറെ എന്തോ ഉണ്ടോ? അവിടെ നമ്മൾ ഇറങ്ങി. അടുത്ത സ്പോട്ട് കണ്ടുവരിച്ചാണ്. അതാണ് മെയിനായിട്ട് കൊടൈക്കനാലത്തെ സംഭവങ്ങൾ. അതാണ് ഗെയ്സ് പറഞ്ഞത്. കൊടൈക്കനാലത്തെ മെയിൻ സംഭവങ്ങളാണെന്നാണ് ഗെയ്സ് പറഞ്ഞത്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കണം. നമ്മൾ ടിക്കറ്റ് പറഞ്ഞിട്ട് 10 ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ വേറെ സ്ഥലം, അവിടുന്ന് കുറച്ചുകൊണ്ട് പോകുന്നുള്ള വേറെ സ്ഥലമാണ് ഇത്. സോ ഗായ്സ്, വേരിന്റെ അവിടെ ഉള്ള എത്തിയിട്ടുണ്ട്. വേര് ഇതാണ് ആ സ്ഥലം. ഇതാണ് ഈ വേര് പറയണത്. വേര് പറഞ്ഞ സ്ഥലം ഇതാണ്. സോ ഗായ്സ്, ഇങ്ങോട്ടൊക്കെ വന്നവരൊക്കെ ലൈക്ക് അടിക്കും. അതാണ് വേര്. അവിടെ കോട കയറുന്നു. കോടമഞ്ഞിൻ ഇതിന്റെ മേലെ കയറല്ലേ കിട്ടുക? ഇതിന്റെ മേലെ കയറിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ വ്യൂ. മേലെ വന്നാൽ ഇതിന്റെ വ്യൂ ഇതാണ്. കോട ഇങ്ങനെ കയറുന്നു.
അറിയാലോ. കോടങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൊണ്ട് ഇറങ്ങിട്ടാ അപ്പൊ തന്നെ ഇറങ്ങിപ്പോയായിരുന്നു. നമ്മൾ നേരെ തിരിച്ച് വണ്ടിക്ക് പോവാണ്. വേരിന്റെ വ്യൂ കഴിഞ്ഞ് 10 റുപ്യ എന്തായാലും ലാഭമുണ്ട് ഇവിടെ. അങ്ങനെ പോവാ. നമ്മള് ചെക്കന്മാർ വണ്ടി പോയിട്ട് ഞാനും കുറച്ച് ടീമും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ വണ്ടി പോയിട്ട് ഞാൻ അടുത്ത എവിടെയെങ്കിലും കാഴ്ചകൾ കാണാനുണ്ടെങ്കിൽ ഞാൻ അടുത്ത വരയിൽ വരാം. അപ്പൊ ഞങ്ങൾക്ക് വണ്ടിയിൽ ചെറിയ നഷ്ടം പറ്റി. ഇവിടെ ഫോഗ് ലാമ്പ് ആരോ ഊരിക്കൊണ്ട് ഞങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കണത്. ഫോഗ് ലാമ്പ് കൊടൈക്കനാൽ കൂക്കൽ പറഞ്ഞ സ്ഥലത്ത് ഇനി ആരെങ്കിലും പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കണം. ഇവിടെ നല്ല DRL വെച്ച ഫോഗ് ലാമ്പല്ലേ ചേട്ടാ? DRL വെച്ച ഫോഗ് ലാമ്പ് അത് ഊരി പോയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയായിട്ട് ഈ ട്രിപ്പിന് വണ്ടിയൊക്കെ വരുമ്പോൾ വണ്ടി ഇട്ടിടത്തൊക്കെ ശ്രദ്ധിക്കുക. അവിടെ ഇങ്ങനെ നഷ്ടം പറ്റും. ഞങ്ങൾക്ക് ഇങ്ങനെ നഷ്ടം പറ്റി. സോ ഗൈസ് വാക്ക് ശ്രദ്ധിക്കണം. വെടുപ്പായിട്ടാണ് എന്തായാലും ഊരിയുള്ളത് കേട്ടോ. ഇത് വയറൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ. പൊട്ടിക്ക് അങ്ങനെ പറിച്ചുണ്ടാവല്ലേ ചെയ്തുള്ളത്. ഇത് കറക്റ്റ് പണി അറിയാനുള്ള തന്നെയാണ് ഇല്ലെങ്കിൽ വയറൊക്കെ പൊട്ടിച്ചിട്ട് എടുത്തിട്ട് പോവുക. അങ്ങനെ പെട്ടെന്ന് വലിച്ചിട്ട് ഇത് അങ്ങനെയല്ല, മെല്ലെ ഊരി എടുത്തിട്ട് എടുത്തിട്ട് പോയത്. അപ്പൊ അതറിയാം, പണി അറിയുന്ന ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാഴ്ചപ്പാടും തിരിയാട്ടാ. ഞങ്ങൾ ഇവിടുന്ന് നേരെ പോവാണ്. വേറെ ഒരു വ്യൂ പോയിന്റ് അവിടുന്ന് നേരെ വന്ന് വേരിന്റെ അവിടെ നിന്ന് ഇപ്പോൾ അടുത്ത വ്യൂ പോയിന്റ് ആണ്. നമ്മളൊരു കിട്ടില്ല വ്യൂ പോയിന്റ് എത്തിയിരിക്കണേ. പരിപാടിയാണല്ലോ. കളിക്കുന്നോടാ നീ? അവിടെ മഞ്ഞ് വന്തി. അവിടെ പോണ മഞ്ഞ് വന്തി. അവിടെ കേറിനായിട്ട് നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയാണ്. പക്ഷെ അവിടെ മഞ്ഞ് വന്തി, തണവ്. അവിടെ കോട കയറി. അപ്പോൾ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി തണുക്കുമല്ല, കോട കാരണം മറ്റേ സാധനങ്ങളൊന്നും കാണില്ല. ഇങ്ങനെ അട്ടി ഇങ്ങനെ മലക്കാലോ അത് അങ്ങനെ ഇട്ട് വെക്കുക. കണ്ടോ നമ്മളവിടുന്ന് ഇവിടെ തെറിക്കാട്ടാ വണ്ടി ആട്ടാക്കി. ഓക്കെ, അടുത്ത സൂയിസൈഡ് പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെക്കന്മാരൊക്കെ കിടക്കുന്നുണ്ട്. അടുത്ത ഇവിടെ സൂയിസൈഡ് പോയിന്റ് ഇട്ടതാണ് നമ്മുടെ സുമേഷ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വേറെ വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വണ്ടി എടുത്തിട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് ചോക്ലേറ്റ് ഒക്കെ മേടിക്കണം. സൂയിസൈഡ് പോയിന്റ് കാണാൻ പോവാണ്. ഇതാണ് സൂയിസൈഡ് പോയിന്റ്. ഇതാണ് കേട്ടോ. ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഉദാഹരണം എത്തിച്ചു. വലിയ കാര്യമൊന്നുമില്ല. നമ്മള് റിസോർട്ടിൽ നിൽക്കണ സ്ഥലത്ത് അത് തന്നെ സെയിം സാധനം തന്നെ. അവിടെ റിസോർട്ടിന്റെ അത് തന്നെ സെയിം. അത് ഗ്രില്ലിട്ട് തന്നുള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലേ. സൂയിസൈഡ് പോയിന്റ് പറഞ്ഞിട്ട് ഗ്രില്ലുണ്ട്, വേറെ ഒന്നുമില്ല. കഴിച്ച അവിടെ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സൂയിസൈഡ് പോയിന്റ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. കുതിരനേറ്റി ഫ്രണ്ട് എന്തിക്കണോ? കുതിര ഫ്രണ്ട് എന്തിക്കണോ? നമ്മള് 2 ബോക്സിന് 200 റുപ്യ. 2 ബോക്സിന് അല്ല, ഒരു ബോക്സിന് 200 റുപ്യാണ്. അപ്പോൾ 2 കൊടുക്കാം. അങ്ങനെ ഇതാണ് എല്ലാം മിക്സഡായിട്ടാണ് നമ്മൾ എടുത്തുള്ളത്. ഇപ്പോൾ മിക്സഡായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. മിക്സഡായിട്ട് വെച്ചുള്ളത് അടുത്ത മിക്സ് വരും. ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ സാധനം വരും. നമ്മളിപ്പോൾ ഏത് ടേസ്റ്റ് വെക്കേണ്ടത് വെച്ചാൽ അവിടെ ടേസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാൻ
പക്ഷെ ഓവറായി ടേസ്റ്റ് ചെയ്ത് ഞാൻ കട കാണിച്ചു തരാം. അതാ കട ഇവിടെ കൊട്രീറ്റ് പറഞ്ഞ കമ്പനി ഫാക്ടറിയിലാണ് നമ്മൾ ചോക്ലേറ്റ് മേടിക്കണത്. നമ്മൾ 3 ബോക്സ് മേടിച്ചു. നമ്മൾ ഈ സെക്ഷനാണ് നമ്മൾ എടുത്തത്, പക്ഷെ ഈ സെക്ഷനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതാ നമുക്കുള്ളതാണ് ഇപ്പോൾ എടുക്കണത്. സോ ഗായ്സ്, എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി. ഇപ്പോൾ വേറെ ഫോണിൽ എടുക്കണേ. വേറെ ഒരു ഐഫോണിൽ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വന്നിക്കാണ്. വണ്ടി അപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വന്നിക്കാണ് ഗായ്സ്. ഇവിടെ കാണാം. സോ ഗായ്സ്, വെള്ളത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം ഗായ്സ്. അതൊക്കെ അവരതാ അവിടെ. ഇങ്ങനെ വേണോ സാധനം? സോ ഗായ്സ്, അതാണ്ടാ വെള്ളച്ചാട്ടം. ഇതാണ് ഗായ്സ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം. വേറെ ഫോണായതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് ഫോൺ വെള്ളത്തിൽ പോകുന്നത്. അത്യാവശ്യം നല്ല പേടിയുണ്ട് ഫോൺ വെള്ളത്തിൽ പോകണം. ഇപ്പൊ ഇതിന്റെ സൗണ്ട് എത്രത്തോളം കിട്ടണ അറിയില്ല. വെള്ളച്ചാട്ടം വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് പറഞ്ഞത്. അപ്പോൾ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ കുറേ വ്യൂ പോയിന്റ് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോ ഗായ്സ്, അപ്പം ഇനി വണ്ടി കയറിട്ടാണോ? ഓക്കെ ഗായ്സ്, ഫുഡ് അടിച്ച് നമ്മൾ വണ്ടി നിർത്തി. ഇപ്പോൾ ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദീപം കൊണ്ട് ഇത് അവിടെ ബോട്ടുകളൊക്കെ പോയിരുന്നു. ആൾക്കാരെ വെച്ച് നോക്കിയായിരുന്നു. ആൾക്കാർ സൈക്കിൾ ഓട്ടിയായിരുന്നു. അതന്നെ അതന്നെ സെൽഫ് വണ്ടിക്ക് അങ്ങോട്ട് പോകും. വണ്ടി പറഞ്ഞിട്ട് ഉദ്ദേശം ഉണ്ടാവുക. ഇതിന്റെ ഇങ്ങനെ ഏറ് തള്ളുന്ന വെള്ളം. ഇവിടെ വെയിലാണെങ്കിലും തണുപ്പ് കാറ്റടിക്കുന്നു. സൈക്ലിങ്ങിന് പോകണം. റെഡിയാ? റെഡിയൊക്കെ ആ ബലൂണില്ലേ? 10 ഒരു പാവ 10 100 രൂപ. അതിൽ 9 കൊള്ളിച്ച പാവ കിട്ടും. 50 അടിക്കടിക്കാ അടിച്ചു പൈസ അടിച്ചു 3 4 5 6 ആളുണ്ട്. 6 രൂപ കിട്ടിക്കാം. ബാക്കി 3 കണക്ക്. ഗൂഗിൾ പേ ഉണ്ടാ അണ്ണാ? ഇല്ല, ഗൂഗിൾ പേ ഇല്ല. ചെക്ക് പറഞ്ഞ പഠിച്ച് പറഞ്ഞ ചെക്കാണ് 2 മൂഞ്ചി. ഒരെണ്ണം കൊള്ളിച്ചപ്പോ ഒരു ത്രില്ലായി. ഇത് അത് പോയിണ്ടാവും അങ്ങോട്ട്. അത് പോയ കാണാനില്ല. ആ വഴിക്കധികം പോണ്ട. ചെക്കന്മാരടിക്കണ ഉണ്ടൊക്കെ അങ്ങോട്ട് പോണേ. വല്ല പരിചയ ചത്ത്. വേറെ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഉപ്പും ചായ കുടിക്കാൻ നിർത്തിട്ടോ കാണാല്ലേ? ചായ കുടിക്കാൻ നിർത്തിയപ്പോ ഇങ്ങനത്തെ ഒരു മഞ്ഞ പൊടിയുള്ള സ്പേസ്. ഇത് ഉണ്ടാ ഇവിടെ ഫുൾ നിരനിര മഞ്ഞ്. നിരനിര മഞ്ഞല്ല, നിരനിര മരം. ഓക്കെ, ഇനി അടുത്ത വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ വരാം. ഓക്കെ, നമ്മളെ ഓരോ എയർ പിന്നുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് പിന്നെ എയർ പിന്നല്ലേ? എടാ, അതിന് ആരോട് എത്തിയടെ? 6 മണി 7 മണിയാകുമ്പോ അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ പറഞ്ഞേ. അയ്യോ, വണ്ടിയൊക്കെ തട്ടില് മുട്ടിലൊക്കെ ഉണ്ടാവും. നോക്കിയാണോ ഓടിക്കുന്നത്? ശ്രദ്ധിച്ച പോണ്. അപ്പൊ നമ്മള് 6 മണിയാകുമ്പോ എത്തും വീട്ടില്.
അപ്പൊ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് 6 മണിയാവില്ല, കുറച്ച് വൈകും എത്താം. നമ്മളിപ്പോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ഓരോ എയർപിന്നുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വ്യൂ പോയിന്റിലൊക്കെ എത്തിയിട്ട് കാണാം. ഓക്കെ, സോ ഗായ്സ് നമ്മള് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈസ് കിട്ടിലും ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ നിർത്തിയാണ്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. നമ്മൾ ഈ ചുരമൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകണം കേട്ടോ അവിടെ. അപ്പോൾ അത് പോകണം. അപ്പോൾ കിളി പറയണ കയറുന്നു. അപ്പോൾ ഞങ്ങൾ കയറിട്ട് ഞാൻ അടുത്ത വ്യൂ പോയിന്റിൽ കാണാം. ഓക്കെ ബൈ. നമ്മൾ വീണ്ടും വണ്ടി നിർത്തിയിരിക്കുകയാണ്. വണ്ടി നിർത്തിയിട്ട് നമ്മളിപ്പോൾ പളനി അടിക്ക് കയറ്റിയിരിക്കുകയാണ്. പളനി. സോ ഗൈസ് പളനി മലയാണ് ആ കാണുന്നത്. ഇത് മറ്റേ പളനിയുടെ പുതിയ ഫീച്ചർ, പുതിയല്ല പണ്ടുണ്ടായിരുന്ന മറ്റേ ട്രെയിനിൽ ഇങ്ങനെ പോയി കയറുന്നത്. പിന്നെ പടി കൂടെ അതാ ഇവിടെയാണ് പടിയിൽ കൂടെ പോകാനുള്ളത്. അങ്ങനെ ഇത് ഇവിടെ ട്രെയിനിൽ കൂടെ പോകാനുള്ളത്. ട്രെയിൻ വരുന്നേ, ഇനിയിപ്പോൾ ആ ട്രെയിൻ കണ്ടില്ല എന്ന് പോലും പറയരുത്. അതാണ് ഞാൻ ട്രെയിൻ കാണിച്ചത്. ട്രെയിൻ കണ്ടില്ല പറയരുത്. ചെക്കന്മാർ നടന്നുകൊണ്ട് പണിക്കുന്നുണ്ട്. ഇതാണ് പഴനിട്ടാ, കണ്ടില്ല പറയരുത്. ഇരിക്കുകയാണ് പഴനി. പഴനി കൂടെ അങ്ങനെ നല്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ആ സാധനം ഉണ്ടെങ്കിൽ ആളെ ചെറുതായിട്ട് മേടിച്ചിട്ടാ. ഇവിടെ ഫുഡ് ഇട്ടോ നോക്കണം ഒന്നാമത്തെ. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളെ പളനി വഴി കയറുക. ഇങ്ങനെയാണ് നമ്മൾ പളനി വഴി കയറുക. അണ്ണ ഇത് എങ്കാ സ്ഥലം? അണ്ണ ഭയങ്കര മലയാളിയോ? അപ്പടിയാ? ഇങ്ങനെയാണ് കയറുക. ഊണടിക്കാനായിട്ടൊരു സ്ഥലത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ ചോറടിക്കൽ തുടങ്ങി. ചോറ് എടുത്തിട്ട് അങ്ങനല്ല, ചോറ് എടുക്കുക. അപ്പൊ അത് നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഒഴിച്ചത് സാമ്പാറിന് വരെ പായസം ഒഴിച്ച് വെച്ച്. അല്ല ശരിക്കും പറയുമ്പോ അതിന്റെ ഏതാന്ന് ഇതാ ഗെയ്സ് എടുത്ത് പായസം ഒഴിച്ചപ്പോ മനസ്സിലായി. എടാ നമ്മളിപ്പോ സാമ്പാറിന് കുഴയ്ക്കുക. അയ്യോ കുഴയ്ക്കുക, പപ്പ എടുക്കുക. പപ്പായിട്ട് എടുത്തിട്ടുണ്ടായ മോനെ ഇവിടെ അടിയാവട്ടാ. തമിഴ്നാടാന്ന് ഞാൻ നോക്കില്ല. ഇതിനൊരു കോംപ്രമൈസ് ഇല്ല. കഴിച്ചിട്ട് തരാം. നേരെ മടക്കി. സോ ഗൈസ് അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഗൈസ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ടാവും. സോ ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ബൈ.